ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ 14 ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. സോ ആക്ച്വലി ഈ ഒരു ഡിവൈസ് ഒരുപാട് ആളുകൾ എടുക്കാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഒരു ഡിവൈസാണ്. അഫോർഡബിളിൽ നിങ്ങൾക്ക് കിട്ടുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ബെറ്ററായി നിൽക്കുന്ന ഒരു ഡിവൈസ് കൂടെയാണ് ഐഫോൺ 14. നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് റേഞ്ചുമായിട്ടും ഈ ഒരു ഡിവൈസിൻ്റെ സ്പെക് വൈസായിട്ടും ഇതിൻ്റെ തൊട്ട് മുമ്പിലും ബാക്കിലും നിൽക്കുന്ന ഡിവൈസുകളായിട്ടുള്ള ഒരു സ്ലൈറ്റ്ലി ഉള്ള ഒരു കമ്പാരിസൺ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. സോ ഗൈസ്, നമ്മൾ ഈ ഒരു ഡിവൈസിന് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി 5 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിവൈസിൻ്റെ ഓവറോൾ ഡിസൈന്, ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ ഡിസ്പ്ലേ, ക്യാമറ, 4ാമതായിട്ട് ബാറ്ററി, ആൻഡ് ഫൈനലി ചിപ്സെറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഈ ഒരു രീതിയിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിവൈസിൻ്റെ ഓവറോൾ ഡിസൈന്, ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഐഫോൺ 13 വെച്ച് നോക്കുന്ന സമയത്ത് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനിലൊരു ഡിവൈസാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ബിൽഡ് ക്വാളിറ്റിയുള്ളൊരു ഡിവൈസാണ്. ഈ ഒരു ഡിവൈസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ ഐഫോൺ 15 വരെ വന്ന സെയിം ഡിസൈൻ തന്നെയാണ്. 15 ബാക്കിൽ ഒരു മാറ്റ് ഫിനിഷ് ഉണ്ട് എന്ന് മാത്രമുള്ള ഡിസൈൻ വെച്ച് നോക്കുന്ന സമയത്ത് 16ലാണ് ലാസ്റ്റ് ആയിട്ട് നോൺ പ്രോ മോഡലിൽ ഡിസൈൻ ചേഞ്ച് ആയി വന്ന ഡിവൈസ്. സോ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസൈൻ വൈസും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വൈസും ഇപ്പോഴും ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 30,000 to 35,000 ലഭിക്കാൻ സാധ്യതയുള്ളൊരു ഡിവൈസാണ് യൂസ്ഡ് മാർക്കറ്റിൽ. അങ്ങനെ നോക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഡിവൈസിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ ഒരു ഡിവൈസ് തന്നെയാണ് ഐഫോൺ 14. പിന്നെ ഗൈസ്, നമ്മൾ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിലോട്ട് പോകുന്ന സമയത്ത് 6.1 ഇഞ്ചിൻ്റെ സൂപ്പർ റെറ്റിന HDR ഡോൾബി വിഷൻ 800 നിറ്റ്സ് HBM 1200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും പോകുന്ന ഒരു കിഡിലൻ 6.1 ഇഞ്ചിൻ്റെ ഒരു OLED പാനലാണ്. അത്യാവശ്യം നല്ല ഇൻഹാൻഡ് ഫീലും കണ്ടന്റ് എൻജോയ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഫീലും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാനൊക്കെ പറ്റിയ ഒരു കിഡിലൻ ഡിസ്പ്ലേ തന്നെയാണ്. ഇതിലെടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 13 ആയിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് സെയിം ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഐഫോൺ 14 ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്ക് വെർത്ത് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ആ സെയിം നോച്ചോട് കൂടി വന്ന സെയിം ഫീൽ ലഭിക്കുന്ന, സെയിം ക്വാളിറ്റി ലഭിക്കുന്ന, സെറാമിക് ഷീൽഡിൻ്റെ ഒക്കെ ക്വാളിറ്റി ലഭിക്കുന്ന നല്ലൊരു കിഡിലൻ OLED ഡിസ്പ്ലേ തന്നെയാണ് ഐഫോൺ 14 ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിവൈസിൽ എനിക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോഴും വെർത്ത് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഡിവൈസിൻ്റെ ക്യാമറ സെക്ഷനിലോട്ട് പോകുന്ന സമയത്ത് ഐഫോൺ 14 ക്യാമറ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ബെറ്റർ ക്വാളിറ്റി ലഭിക്കുന്ന ക്യാമറാസാണ് ആപ്പിൾ ഐഫോൺ 14 കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ 2 ലെൻസിൻ്റെ സെറ്റപ്പാണ് വരുന്നത്. 12 മെഗാ പിക്സലിൻ്റെ വൈഡും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ഫോട്ടോസും വീഡിയോസും ലൈറ്റിംഗ് ഉള്ള സമയത്തും കുറയുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ കിഡിലൻ ക്യാമറാസാണ് ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പ്രോ ഡിവൈസിൻ്റെ ആവശ്യമില്ല, എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത വീഡിയോസൊക്കെ എടുക്കണം, നിങ്ങൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു സോഷ്യൽ മീഡിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐഫോൺ 14 ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലെടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ആക്ഷൻ മോഡാണ്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ഫംഗ്ഷൻ കൂടി തന്നെയാണ്. നിങ്ങൾ ക്യാമറയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഐഫോൺ 15 വെച്ച് നോക്കുന്ന സമയത്തും ഏകദേശം ഒരു 90% ആ ഒരു ഡിവൈസിനോട് ഒപ്പം നിൽക്കുന്ന ക്യാമറ സെറ്റപ്പ് ഐഫോൺ 14 ലഭിക്കുന്നുണ്ട്. 13 വെച്ച് നോക്കുന്ന സമയത്ത് 13 ക്യാമറയേക്കാൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ് ഐഫോൺ 14 ഉള്ളത്. അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്ഷൻ മോഡ് തന്നെയാണ്. സിനിമാറ്റിക് മോഡിലും വ്യത്യാസം വരുന്നുണ്ട്. സോ അതാണ് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സെൽഫി ക്യാമറാസും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ക്യാമറ തന്നെയാണ്. അതും 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ തന്നെയാണ്. നമുക്ക് 48 MB മെഗാ പിക്സലിൻ്റെ ആ ഒരു സെറ്റപ്പ് വരുന്നത് ഐഫോൺ 14 പ്രോ അതേപോലെ തന്നെ 15 ഈ ഒരു സീരീസ് മുതലാണ്. 14 പ്രോയിലും പ്രോ മാക്സിലും പിന്നെ വരുന്നത് 15 ആ ഒരു ലൈനപ്പിലാണ്. സോ എന്തുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഐഫോൺ 14 ലഭിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രൈസ് റേഞ്ച് ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ സെറ്റപ്പ്, ആ ഒരു കിഡിലൻ ഫീച്ചർ ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ നാലാമതായിട്ട് ഡിവൈസിൻ്റെ ബാറ്ററിയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഐഫോൺ 14 ലഭിക്കുന്നത് 3279 mAh ഒരു ബാറ്ററിയാണ്. ഐഫോൺ 13 വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 39 mAh വ്യത്യാസമാണുള്ളത്. ഐഫോൺ 13 3240 mAh ബാറ്ററിയാണ് കൊടുത്തുള്ളത്. നിങ്ങൾ രണ്ട് ഡിവൈസുകളും വെച്ച് നോക്കുന്ന സമയത്ത് കാര്യമായിട്ടൊരു വ്യത്യാസം നിങ്ങൾക്ക് രണ്ട് ഡിവൈസുകളും ലഭിക്കില്ല. എന്നാലും ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ബാറ്ററിയാണ്, ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബാറ്ററിയാണ്. ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്നത് ഐഫോൺ 11 Pro എന്ന് പറയുന്ന മോഡലാണ്. എനിക്ക് തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. സോ പലരുടെയും യൂസേജ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നിങ്ങൾ അത്യാവശ്യം ഹെവി യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിവൈസ് 2 പ്രാവശ്യം ദിവസത്തിൽ ചാർജ് ചെയ്യേണ്ടി വരും. നിങ്ങൾ അത്യാവശ്യം ഒരു നോർമൽ യൂസാണ്, അത്യാവശ്യം മിനിമൽ യൂസ് ആണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാൻ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വാട്സപ്പ് കോൾ ചെയ്യാൻ ആ രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം അല്ലെങ്കിൽ അതിനപ്പുറം ബാറ്ററി ബാക്കപ്പ് ലഭിക്കാൻ സാധ്യതയുള്ള ഡിവൈസാണ് 85 എബോ ബാറ്ററി ഹെൽത്തുള്ള ഡിവൈസുകളാണെങ്കിൽ. സോ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി സെക്ഷനിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്തും നിങ്ങൾക്ക് വെറുത്താത്തൊരു ഓപ്ഷൻ തന്നെയാണ്, ഒരിക്കലും നെഗറ്റീവ് പറയാൻ സാധിക്കില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് ഒരു 85 എബോ ബാറ്ററി ഹെൽത്തുള്ള ഡിവൈസുകൾ ലഭിക്കേണ്ടതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്തും നെഗറ്റീവ് അല്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡ്. പിന്നെ ഗൈസ് നമ്മൾ ഫൈനലി ഡിവൈസിൻ്റെ ചിപ്സെറ്റിലോട്ട് പോകുന്ന സമയത്ത് A15 ബയോണിക് ചിപ്സെറ്റാണ്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസിന് 6GB റാം കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ 5 കോർ ഗ്രാഫിക്സ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 13 വെച്ച് നോക്കുന്ന സമയത്ത് 13 4 കോർ ഗ്രാഫിക്സ് ആണ്, അതേപോലെ തന്നെ 4GB റാം ആണ്. സെയിം ചിപ്സെറ്റാണ് രണ്ട് ഡിവൈസിലും ഉള്ളത്. അത് പല ആളുകളും മെൻഷൻ ചെയ്യാത്തൊരു കാര്യം തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡിവൈസിൽ രണ്ടിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാൻ സാധ്യത സെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല, അത് ആപ്പിൾ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. എങ്കിലും ഈ ഒരു ഡിവൈസ് ഒരു വർഷത്തിന് മുമ്പ് ഇറങ്ങിയത് കൊണ്ട്, ഐഫോൺ 13 ഒരു വർഷത്തിന് മുമ്പ് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഐഫോൺ 13 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിൽക്കും എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. പക്ഷേ രണ്ട് ഡിവൈസിലും സെയിം ചിപ്സെറ്റാണ്. നിങ്ങൾ 13 14 വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ കറൻ്റ്ലി ഐഫോൺ 13 യൂസർ ആണെങ്കിൽ ഒരു കാരണവശാലും ഐഫോൺ 14 അപ്ഗ്രേഡ് ചെയ്യേണ്ട യാതൊരുവിധ കാര്യവുമില്ല. കാരണം രണ്ട് ഡിവൈസുകളും കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയാൻ പറ്റില്ല. ക്യാമറയുടെ സെക്ഷനും അതേപോലെ തന്നെ ഈ ഡിവൈസിൻ്റെ റാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ രണ്ട് ഡിവൈസുകളും തരുന്ന ഫീൽ എന്ന് പറയുന്നത് സെയിം ആണ്. ഐഫോണിൻ്റെ ഒരു നോൺ പ്രോ ഡിവൈസുകൾക്കും ആപ്പിൾ 128 റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രോ നമുക്ക് കിട്ടുന്ന ഒരു ഫീച്ചേഴ്സ് ഒരിക്കലും നോൺ പ്രോ മോഡൽസിൽ ആപ്പിൾ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ 15 16 ഈ ഒരു സീരീസിലാണ് കുറച്ചെങ്കിലും നോൺ പ്രോ മോഡൽസിന് ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ഐഫോൺ 13 യൂസർ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും 14 അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. സോ ചിപ്സെറ്റിലോട്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന, നിങ്ങൾക്ക് ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും ഹെവി ടാസ്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ ഇപ്പോഴും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ചിപ്സെറ്റ് തന്നെയാണ് A15 ബയോണിക് എന്ന് പറയുന്നത്. ഇപ്പോൾ A18 Pro ഇറങ്ങിയ സമയത്താണെങ്കിൽ പോലും ഏകദേശം ഒരു 80 to 85% വരെയൊക്കെ നിൽക്കുന്ന ഒരു ഡിവൈസാണ് ഐഫോൺ 14 എന്ന് പറയുന്നത്. ഐഫോൺ 13 Pro 13 mini 13 Pro Max ഈ പറയുന്ന ഡിവൈസുകളൊക്കെ ആപ്പിളിൻ്റെ A15 ബയോണിക് ചിപ്സെറ്റിൽ റൺ ചെയ്യുന്ന ഡിവൈസുകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന, അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സ്മൂത്തായി ചെയ്യാൻ പറ്റിയ ഒരു ചിപ്സെറ്റ് തന്നെയാണ്. നിങ്ങൾ ഏകദേശം ഒരു 30 to 35 പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു ഡിവൈസിൻ്റെ ചിപ്സെറ്റ് വെച്ച് നോക്കുന്ന സമയത്തും വെറുത്താത്തൊരു ഓപ്ഷൻ തന്നെയാണ് ഐഫോൺ 14. അപ്പോൾ കേസ് നമ്മൾ ഓവറോളായി നോക്കാമെന്നുണ്ടെങ്കിൽ ഐഫോൺ 14 എന്ന് പറയുന്നത് സ്റ്റിൽ വെറുത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾ 13 വെച്ച് നോക്കുന്ന സമയത്തും ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 13 ബെറ്ററാണ്, അതേപോലെ തന്നെ 14 ബെറ്ററാണ്. ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് അനുസരിച്ച് നിങ്ങൾ ഡിവൈസുകൾ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു 14 എടുക്കാനുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 14 ആണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം 13 വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഫീച്ചേഴ്സ് ഐഫോൺ 14 ഉണ്ട്. പക്ഷേ നിങ്ങളൊരു 13 യൂസർ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും 14 അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല. വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി ഹൈ എൻഡ് മോഡലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ നിങ്ങൾ 15 വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 15 മേടിക്കാനുള്ളൊരു ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ 15 തന്നെയാണ്. പക്ഷേ ഈ ഒരു രണ്ട് ഡിവൈസും 14 15 വെച്ച് നോക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ചിപ്സെറ്റ് തന്നെയാണ് രണ്ട് ഡിവൈസിലും. അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ക്യാമറാസ് തന്നെയാണ് രണ്ട് ഡിവൈസിലും ആപ്പിൾ കൊടുത്തിട്ടുള്ളത്.
പിന്നെ എടുത്തു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസിൽ ഡൈനാമിക് ആലിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ A16 ബയോണിക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മുടെ ഇതുവരെ ഇട്ട വീഡിയോസിനൊക്കെ നിങ്ങൾ നല്ല രീതിയിലൊരു റെസ്പോൺസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ബിഗ് താങ്ക്സ്. നമ്മുടെ ചാനൽ വളരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക.